നമസ്കാരം. ബിഗ് ബോസിൽ ഏറ്റവും അധികം പോപ്പുലറായ ഒരു കോംബോ അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ട് ഏതാണ് എന്ന് ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാൻ കഴിയുന്നത് ഒന്ന് അർജുനും ശ്രീതുവുമായിട്ടുള്ള ശ്രീജൻ കോംബോ തന്നെയാണ് എന്നായിരിക്കും. തുടക്കം മുതൽ തന്നെ, അതായത് 2-3 ആഴ്ചകൾ പിന്നിട്ടപ്പോൾ തന്നെ അവരുടെ ആ ഒരു കോംബോ വർക്ക് ചെയ്തു തുടങ്ങി. പിന്നീട് അങ്ങോട്ട് ഒരു 10-20 ദിവസമായപ്പോഴേക്കുമൊക്കെ അതിൻ്റെ ഒരു നല്ല പീക്ക് പീരീഡിലേക്ക് എത്തി. അതിൻ്റെ അവസാനമായപ്പം ഭയങ്കരമായ ഒരു ലവ് സ്ട്രാറ്റജി തന്നെയായി മാറുകയും ചെയ്തു. അതുകൊണ്ട് പ്രേക്ഷകർ പുറത്ത് നിന്ന് ഒരുപാട് വീഡിയോകൾ, ഒരുപാട് ഷോർട്സുകൾ ഇവർക്ക് വേണ്ടി ഉണ്ടാക്കി. വലിയ ഒരു ആരാധക വൃന്ദം തന്നെ ഇവർക്കുണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇവർ പുറത്ത് വന്നു കഴിയുമ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും പിന്നീട് പ്രണയത്തിലേക്ക് എത്തുകയും പ്യുവർ ലവിലേക്ക് എത്തുകയും വിവാഹിതരാവുകയും ഒക്കെ ചെയ്യുമെന്നുള്ള താല്പര്യം അല്ലെങ്കിൽ അത്തരമൊരു ആഗ്രഹം പ്രകടിപ്പിച്ച ഒരുപാട് ആരാധകർ ഇവർക്കുണ്ടായിരുന്നു. കാരണം അതിന് പ്രധാന കാരണം അകത്തു നിന്ന് ശ്രീതു അത്തരത്തിലുള്ള ഒരു ബിഹേവിയറാണ് അർജുനോട് കാണിച്ചത്. അവസാനം എവിക്റ്റ് ആയപ്പോൾ തന്നെ ചോദിക്കുന്നത് നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ഒരു ചോദ്യം. ആ ഒരു ചോദ്യം ശരിക്കും അർജുൻ ശ്രീതു ആരാധകരുടെ നെഞ്ചിൽ കൊണ്ടു എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ചോദ്യത്തിലൂടെ തന്നെ ഇവർ വിശ്വസിച്ചത് അർജുനും ശ്രീതുവും വിവാഹിതരാകുമെന്നാണ്. എന്നാൽ ഇപ്പോഴിതാ ശ്രീതുവിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട്. അതിനകത്ത് ശ്രീതു അടിവരയിട്ട് പറയുന്നത് തുടക്കം മുതൽ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് മാത്രമായിരുന്നു, സൗഹൃദ കൂട്ടായ്മ മാത്രമായിരുന്നു. അത് ഇങ്ങനെ തന്നെ അങ്ങ് പോകും, ഒരിക്കലും അതിന് വേറൊരു മാനത്തിലേക്ക് വരില്ല. അതായത് തങ്ങൾ തമ്മിൽ പ്രണയത്തിലാവില്ല, വിവാഹം കഴിക്കില്ല എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് ശ്രീതുവിൻ്റെയും അർജുൻ്റെയും ആരാധകർക്ക് കിട്ടിയ ഒരു വലിയ ഷോക്കാണ് എന്ന് തന്നെ പറയാം. അവർ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇവർ ഒരുമിച്ചാവണം, വിവാഹം കഴിക്കണം, ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെ കിട്ടിയ ഒരു കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ ശ്രീതുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നത്. ഒരു കാരണവശാലും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് പൊളിയില്ല, ആ ഫ്രണ്ട്ഷിപ്പ് ബോണ്ടായിട്ട് തന്നെ മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇപ്പോൾ ശ്രീതു പറഞ്ഞിരിക്കുന്നത്.